നഷ്ടപ്പെട്ട ഭാഗ്യത്തിനു വേണ്ടി കോടതി കയറേണ്ടി വന്നിരിക്കുകയാണ് എറണാകുളം പിറവം പാഴൂർ സ്വദേശിയായ കെ സജിമോന്. ഇദ്ദേഹം ക്രിസ്മസ് പുതുവത്സര ടിക്കറ്റ് എടുത്തിരുന്നു. ആ ടിക്കറ്റിനാണ് ഇത്തവണത്തെ 20 കോടി രൂപയുടെ ഒന്നാം സമ്മാനം അടിച്ചത്. പക്ഷേ ആ ടിക്കറ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലടക്കം പരാതിയുമായി എത്തേണ്ടി വന്നിരിക്കുന്നത്. അതേസമയം മറ്റൊരാൾ ഈ ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് ലോട്ടറി വകുപ്പിന് സമർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത്? ക്രിസ്മസ് ബമ്പർ ടിക്കറ്റ് ഞാൻ കാഞ്ഞിരപ്പള്ളി ഭാഗത്തുനിന്ന് വാങ്ങിയതാണ്. 24-ാം തീയതി നറുക്കെടുപ്പിൻ്റെ തലേ ദിവസം ഈ ടിക്കറ്റിൽ ഞാൻ എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒപ്പുമിട്ട് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആന്ധ്ര സ്വദേശികളായ അയ്യപ്പന്മാർ മറന്നു വെച്ച് പോയ അഭിഷേകം നടത്തിയ നെയ്പാത്രം അടങ്ങിയ കിറ്റിനകത്ത് നിക്ഷേപിക്കുകയും സമ്മാനലബ്ധിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് 24-ാം തീയതി ഞാൻ ഈ നറുക്കെടുപ്പിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെ എൻ്റെ ഒരു സ്വകാര്യ വർക്കിന് പോവുകയും നറുക്കെടുപ്പ് സമയം 2 മണി കഴിഞ്ഞ് ഒരു 3 മണിയോട് അടുപ്പിച്ച് ഓൺലൈനായിട്ട് ഈ റിസൾട്ട് നോക്കുകയും അപ്പോൾ ഈ റിസൾട്ടിൽ എൻ്റെ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെന്നുള്ള വിവരം മനസ്സിലാക്കി. ആ നമ്പർ XC 138455 മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ആ വിവരം ഞാൻ വീട്ടുകാരെ അറിയിക്കാതെ ഇരിക്കുക ഉണ്ടായി. ഞാൻ നേരിട്ട് വീട്ടിലെത്തുമ്പോൾ പറയാൻ വേണ്ടി ഇരുന്നു. തുടർന്ന് ഒരു 8 മണിയോട് അടുപ്പിച്ചാണ് ഞാൻ വീട്ടിലെത്തുകയും എന്നാൽ വീട്ടിലെത്തിയ സമയം വൈഫിനോട് പറഞ്ഞു, നമ്മുടെ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചത്, ആ ടിക്കറ്റ് എവിടെയാണെന്ന് നോക്കി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ ടിക്കറ്റ് വെച്ച സ്ഥലം എവിടെയാണെന്ന് എനിക്ക് പിന്നീട് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഞാൻ വീട്ടിൽ ഈ ടിക്കറ്റ് എല്ലാ ദിവസവും പരിശോധിക്കും, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജനുവരി 30-ാം തീയതി 3 മണിയോടടുപ്പിച്ച് ആന്ധ്ര സ്വദേശികളായ അയ്യപ്പന്മാർ മറന്നു വെച്ച് പോയ ഈ നെയ്പാത്രം കൊറിയർ ചെയ്യുന്നതിനായി ആവശ്യപ്പെട്ടത് പ്രകാരം കൊറിയർ ചെയ്യുന്നതിനായി പിറവം DTDC കൊറിയറിൽ ഈ നെയ്പാത്രം അടങ്ങിയ കിറ്റ് ഉൾപ്പെടെ DTDC ഓഫീസിലെത്തി അതവിടെ കൊറിയർ ചെയ്യാൻ ഏൽപ്പിച്ചു. ഏകദേശം ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് അവിടെ എത്തി ഇത് കൊറിയർ ചെയ്യാൻ ഏൽപ്പിച്ചത്. അവർ ഈ കിറ്റ് സഹിതം തൂക്കി അതിൻ്റെ തുകയായ 390 രൂപ അവിടെ കൈപ്പറ്റി രസീത് തരികയും ഞാൻ അവിടെ ഏൽപ്പിച്ച ഒരു 3:20-25 ഞാൻ അവിടെ നിന്ന് പോരുകയുണ്ടായി. തുടർന്ന് 1-ാം തീയതി വൈകിട്ട് ഒരു 6 മണിയോട് അടുപ്പിച്ച് ഫെബ്രുവരി 1-ാം തീയതിയാണ് ഒരു 6 മണിയോട് അടുപ്പിച്ച് എനിക്ക് ഈ ടിക്കറ്റ് ഈ നെയ്പാത്രം അടങ്ങിയ കിറ്റിനകത്തായിരുന്നു എന്നും അത് കൊറിയർ ചെയ്തതിനകത്ത് വെച്ച് മറന്നു പോയതാണെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ആ ഓർമ്മ വന്ന സമയം തന്നെ ഞാൻ കൊറിയറിലെ ആളെ വിളിച്ച് ആ കൊറിയർ ചെയ്ത ഐറ്റംസ് റിട്ടേൺ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. 2-ാം തീയതി പിറ്റേ ദിവസം രാവിലെ ഞാൻ അവരുടെ ഓഫീസിലെത്തി 9:30 മണിക്ക് അത് തിരിച്ചു തരാൻ അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അവരത് അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് 4-ാം തീയതി ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനിവരുടെ ഓഫീസിലെത്തി കൊറിയറിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ അത് ഡെലിവറി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ വിവരം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് 2 ദിവസം അവിടെ ഹോൾഡ് ചെയ്യും, അതിനുശേഷം നമുക്ക് തന്നെ തിരിച്ചയക്കുമെന്ന് അവിടെ നിന്ന് അറിയിച്ചു. അവരുടെ രീതികൾ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് ശരിയായിരിക്കാമെന്ന് വിശ്വസിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അന്ന് പാലച്ചോടുകാരനായ ഒരു നിജിൽ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. തുടർന്ന് ഞാൻ വീട്ടിലെത്തി എനിക്കൊരു സംശയം തോന്നിയ കാരണം ഞാൻ ഉടൻ തന്നെ ഈ ബംഗാരു നായിഡിനെ വിളിച്ച് ഫോൺ മുഖാന്തരം വിളിച്ച് ചോദിച്ചു, കൊറിയർ കിട്ടിയോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊറിയർ കിട്ടിയെന്നും അതിനകത്ത് നെയ്പാത്രം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു, കിറ്റൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു എൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട്. അപ്പോൾ അവർ ഒത്തിരി നെയ്പാത്രം അയച്ചതിന് ഒത്തിരി താങ്ക്സൊക്കെ അറിയിക്കുകയും തുടർന്ന് ഞാൻ അവർക്ക് കിറ്റ് കിട്ടിയിട്ടില്ല, അങ്ങോട്ട് അയച്ചിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും കൊറിയർ സ്ഥാപനത്തിലെത്തി ആ കാര്യം ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിച്ചു. കിറ്റില്ലാതെയാണ് എത്തിച്ചതെന്നൊക്കെ അവർ പറഞ്ഞു. തുടർന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി.
ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ CSR അവിടുത്തെ SI ഒരു പോലീസുകാരനെ കൂട്ടി അവിടുത്തെ ക്യാമറ വിഷ്വൽസ് പരിശോധിക്കാനായിട്ട് രാത്രി 7 മണി കഴിഞ്ഞ സമയം എത്തി അവിടെ പരിശോധിച്ചു. അതിൽ 4:45 വരെ എൻ്റെ വിഷ്വൽസ് ഞാനവിടെ ഇരിക്കുന്നതായിട്ടും ആ പാത്രം കിറ്റും അടങ്ങിയ കവർ അവിടെ മേശപ്പുറത്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു. തുടർന്ന് ആ വീഡിയോ പ്ലേ ആകാതെ ഇരുന്ന കാരണം ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാൻ പറ്റിയില്ല. തുടർന്ന് അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ വെച്ച് അവിടെ പരിസരങ്ങളൊക്കെ പരിശോധിച്ച് കിറ്റുണ്ടോ എന്ന് നോക്കി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട പിറവം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഒരു CMB ഫയൽ ചെയ്യുകയും ആ CMBയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിലെ CCTV ദൃശ്യമടങ്ങിയ മെമ്മറി കാർഡ് സീസ് ചെയ്യുന്നതിനായിട്ട് കോടതി സെർച്ച് മെമ്മോ ഉത്തരവാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറവം പോലീസ് സ്റ്റേഷൻ ഇന്ന് അത് സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. തുടർന്ന് ഈ കാര്യത്തിന് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ നടപടികൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 5-ാം തീയതി ഞാൻ ലോട്ടറി വകുപ്പിന് പരാതി മെയിൽ അയക്കുകയും 6-ാം തീയതി അതിന് റിട്ടേൺ ആയിട്ടൊരു കംപ്ലയിൻറ്റ് വിത്ത് AD കാർഡ് സഹിതം അയക്കുകയുണ്ടായി. അക്നോളജ്മെൻറ്റ് കാർഡ് എനിക്ക് തിരികെ ലഭിച്ചിട്ടുള്ളതാണ്. ഈ സമ്മാനാർഹമായ ടിക്കറ്റ് XC 138455 എന്ന ടിക്കറ്റിൽ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഫോർജറി ചെയ്ത് കോടതി ലോട്ടറി വകുപ്പിൽ ഹാജരാക്കി പൈസ വാങ്ങുന്നതിന് ഇടയാകാത്ത സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനും ഉള്ളത്. യഥാർത്ഥ അവകാശിയായ എനിക്ക് തന്നെ എൻ്റെ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നും അപേക്ഷിക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് എന്താണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ലോട്ടറി വകുപ്പിന് ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്. അത് അടുത്ത ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ പിന്നിൽ താങ്കളുടെ പേരും വിലാസവും ഒക്കെ എഴുതി പേന കൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ? അതെ, പേന കൊണ്ട് തന്നെ ബോൾ പെൻ കൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. എന്തായാലും റിട്ടയർഡ് ASI കൂടിയാണ് സജിമോൻ. ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പേരും വിലാസവും ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോട്ടറി വകുപ്പിന് ഇത് പരിശോധിച്ചാൽ അത് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതിയും ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ലോട്ടറിയുടെ 1-ാം സമ്മാനത്തിന് അർഹമായ ആ തുക അതിൻ്റെ യഥാർത്ഥ ഭാഗ്യശാലിക്ക് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.